അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ ഒഴിവില്ലാത്തതുകൊണ്ട് കേട്ടോ. നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു എന്താണ്ട് മക്കളൊക്കെ പഠിക്കുകയാണ്. ഇന്നിപ്പോൾ സ്കൂളില്ല അല്ലേ? എന്താണ് ഫാത്തിമക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണ് തലയിൽ വിടാമെന്നറിയില്ല. അപ്പത്തിനും പഠിച്ചോനെ എന്താ ചെയ്യാം, നമുക്ക് ഒന്നൊന്നും ആയിട്ടുമില്ല. ഇപ്പോൾ വീട് നോക്കാൻ പോയി, ഞാൻ പറഞ്ഞല്ലോ ആളധികമുള്ളവർക്ക് കൊടുക്കൂല. ഒന്നാമത്തെ കാര്യം ആളധികമുള്ളവർക്ക് കൊടുക്കൂല പറയുള്ളൂ. പിന്നെന്താണ് വാടക കൂടുതൽ. നമുക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ അവർ പറയും, ഈ ചില ആൾക്കാർ പറയേ പുതിയ വീടായതുകൊണ്ടും കക്കൂസ് ബാത്റൂം നിറയും വെള്ളച്ചെലവ് പറഞ്ഞിട്ട് അധികം ആളുള്ളവർക്ക് കൊടുക്കൂല എന്ന് അങ്ങനെയൊക്കെ പറയാം. ഞാൻ പിന്നെ കുറേ 2-3 വീട് നോക്കിയതാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഇത്രയും വാടക കൊടുക്കാനും അഡ്വാൻസൊക്കെ ഇങ്ങനെ കൂടുതൽ പറയുമ്പോൾ നമുക്കത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ? നമ്മൾ അന്നന്നാ കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും പേടിയാട്ടോ എനിക്ക്. വീട് എപ്പോഴാണ് തലയിൽ വീഴാമെന്നറിയില്ല. മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി നിങ്ങൾക്ക്. ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ. നല്ല ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ധന്യാണ്. അവളുള്ളത് കൊണ്ട് തുണിയൊക്കെ ഇട്ട കാരണം കാണുമെന്നറിയില്ല നിങ്ങൾക്ക്. മൊത്തത്തിൽ ബാക്ക് ക്യാമറയിൽ ഇതുണ്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല കാണും കേട്ടോ. അകന്ന് നിൽക്കണുണ്ടോ ചുമര്? അങ്ങനെ വിടവ് വന്നിട്ടുണ്ട്. ചുമര് ഇങ്ങനെ ഒന്നിനും ഇങ്ങോട്ട് വീഴും, അല്ലെങ്കിൽ അങ്ങോട്ട് വീഴും. അങ്ങനെ ഒരു ലെവലിലാണ് നിൽക്കണം കേട്ടോ. എനിക്ക് പേടിയുണ്ട്. എന്നാലും നമ്മൾ വേഗം ശരിയാവുമാണല്ലോ. അപ്പോൾ സ്വന്തം വീടായിട്ട് പോകാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് മക്കളുടെ തൽക്കാലം സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടി ഞാൻ 2-3 ദിവസമായിട്ട് ശരിക്കും വീഡിയോ എടുക്കാനേ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ നിന്ന് മാറി കിട്ടിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. വീഡിയോ ഇടാനും ഉഷാറില്ല. ഇതുകളൊന്ന് എത്ര വേഗം സേഫ്റ്റിയാക്കി ഇരുത്തണം. പഠിക്കട്ടോ. എന്താ പഠിക്കും സ്വത്ത്? വായിക്ക്. എന്താണ് എഴുതുന്നത്? നീ എത്രയല്ല പഠിക്കണേ? അവളെ LKG. ബനിയനൊക്കെ തിരിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഇവിടെ LKGയിലാണ് പഠിക്കണേ. അമ്മേൻ്റെ കുട്ടിക്ക് എങ്ങനത്തെ വീട് വേണം? എല്ലാവരോടും നമ്മളെ സഹായിക്കാൻ പറ. അപ്പോൾ ഇവിടെ LKG. ഇന്നിപ്പോൾ സ്കൂളില്ല കേട്ടോ ആയിരിക്കും. ഫാത്തിമക്കുട്ടി ഇതാ നാശയൊക്കെ കഴിച്ചിട്ട് ഇരിക്കൽ. ചോറ് ചപ്പാത്തി ആട്ടോ കൊടുത്തത്. കുറച്ച് നേരമായി കൊടുക്കാൻ. പിന്നെ ബാഗൊന്നും വൃത്തിയില്ലാത്ത തന്നെ അങ്ങോട്ട് പോകാനും പറ്റൂല. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഉറക്കമില്ല സത്യം പറഞ്ഞാൽ. കണ്ണൊക്കെ കണ്ടോ ഉറങ്ങാണ്ട് എന്തോ പോലെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറണം. പഠിച്ചാൽ സ്വന്തം വീടായിട്ടൊക്കെ മാറാമെന്നൊക്കെ ഒരു ഇതിലായിരുന്നു ഞാൻ. പഠിച്ച നമ്മുടെ കയ്യിൽ നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഇതുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ആകെ സപ്പോർട്ടായിട്ട് 2-3 ആൾക്കാരെ വന്നിട്ടുള്ളൂ. ധന്യാണ് ഇപ്പോൾ നമുക്ക് ആകെ ഒരു ഹെൽപ്പ്. തളർന്ന് കിടന്ന് എന്നെ നിവർത്തി നിർത്തിയത് അവളാണെന്ന് പറഞ്ഞ പോലെ അവളും പിന്നെ വേറൊരു അങ്ങനെയൊക്കെ പോകണം. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ വീട് നോക്കാൻ പോയവിടെയൊക്കെ ഇതാട്ടോ പറയുന്നത്, ആൾ കൂടുതലുള്ളവർക്ക് കൊടുക്കൂല. പിന്നെ ഒന്നാമത്തത് 4-ൽ കുറഞ്ഞ് വാടക ഇല്ല. ഇവിടെ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം പാലക്കാട് വലിയ ഡിമാൻഡാണ്. കാരണം ഇവിടെ ഭൂമി കുലുക്കും ഒന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കും പാലക്കാടായിരിക്കും ഇത്ര ഡിമാൻഡ് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വീട് കെട്ടുക വാടകയ്ക്ക് വിടുക. അങ്ങനെയുള്ള അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ വാടക ഒന്നുമില്ലെങ്കിൽ 7,000, 8,000, 6,000. 4-ൽ കുറവ് 4 ഇല്ല, 5 അവിടെ 5, 6, 7 അങ്ങനെ കൂടുകയെന്നല്ലാണ്ട് കുറയണില്ല. നമ്മൾ പോയിടത്തോളം അങ്ങനെ കേട്ടോ. നമുക്ക് റിയാസ്കാർക്ക് ഒറ്റക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാനും പറ്റില്ല. വരുമാനം അതിനനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു ചാളയെങ്കിലും സ്വന്തമായിട്ടൊരു ചാള ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് കേട്ടോ. അവിടുന്ന് ഇറങ്ങണതേ ഒരു സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങാമെന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞാവുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു മഴ ഇതുണ്ട എലി ഞാൻ കാണിച്ചത്. എലി പോകണം പകല് എലി പോകും നോക്കും. അതുപരി ഇതിൻ്റെ വേറെ ശല്യങ്ങൾ ഒന്നും പറയണ്ട. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്, പരിതാപകരമാണ്. രാത്രിയായ എലികൾ വെക്കാനും സാധ്യം. മുകളിൽ കൂടെ നമ്മുടെ മുമ്പിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആൾക്കാർ. കുട്ടികൾക്ക് മേത്ത് വീഴും. അതിന് മുമ്പ് ചേരട്ട അതൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചേരട്ടൻ്റെ ഒരു സീസൺ, പുഴുക്കണ്ടൊക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ അതും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മൊത്തം എന്താ പറയുക, ഊണില്ല ഉറപ്പില്ല എന്നൊരവസ്ഥയിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കണം നമുക്കൊരു വീടാവണമെങ്കിൽ
അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. എന്തൊക്കെയോ ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. എൻ്റെ മെയിൻ്റെ ഇപ്പോൾ എവിടേക്കാണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ശരിക്കും വീഡിയോസൊന്നും ഇടാൻ എനിക്ക് പറ്റുന്നില്ല. എന്തായാലും വീഡിയോ ആയിട്ട് വരും ഞാൻ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഇതാ കുട്ടികൾ ഫാത്തിമ ഷർട്ട് ഇട്ടിട്ടില്ല, അതിന് അവളെ കാണിക്കാത്തത്. അപ്പോൾ ഇനി അവളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി മരുന്നൊക്കെ കൊടുക്കാനുണ്ട് അവൾക്ക്. 2-3 നേരം മരുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവൾ പിന്നെ ഹോംവർക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും കേട്ടോ. അവൾക്ക് കൊടുത്ത ഹോംവർക്കൊക്കെ അവൾ ഇങ്ങനെ ചെയ്യും അല്ലേ റജിക്കുട്ടി? ഹായ് സലാം പറ എല്ലാവർക്കും. അസ്സലാമലൈക്കും. ഇങ്ങോട്ട് നോക്കി പറ. അസ്സലാമലൈക്കും പറ. ഇങ്ങോട്ട് നോക്കി പറ. എന്താ എല്ലാവരും വിശേഷം ചോദിക്കും? സുഖാണോ ചോദിക്കും? ഇങ്ങോട്ട് നോക്കി പറ. ഓ എഴുതുന്ന തിരക്കിലാക്കി. പഠിച്ചിട്ട് ആരാവണം? ഓ കലക്ടറാണ് അവൾക്ക്. മാഷാ അല്ലാ. കലക്ടർ ആവട്ടാ പഠിച്ചിട്ട്. ഇനി കുട്ടനെ ഒരു കലക്ടർ ആക്കണം കേട്ടാ. അവളെ പറഞ്ഞു പഠിച്ചിട്ട് ആരാവണം? കലക്ടർ ആകണത്ര ആൾക്ക്. മാഷാ അല്ലാ. ആവട്ടെ അല്ലേ. അതിനു മുമ്പ് ഇരിക്കാൻ ഒരു വീടൊക്കെ ആവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുകയും പറ. എന്ത് വീട് വേണം? അത് അല്ല വീട് ഇരിക്കാൻ എന്ത് വീട് വേണം? ഓ ഫ്ലാറ്റ് നട്ടാണ് ഉദ്ദേശിച്ചത്. ഫ്ലാറ്റ് തന്നെ വേണം, ഓട് പറ്റില്ല. കുട്ടികൾക്ക് എന്താ അറിയാം അല്ലേ. ഇതിൻ്റെ വർത്തമാനമൊക്കെ നല്ല രസമാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കോളൊക്കെയുണ്ട്. അപ്പോൾ അവൾ അതിനനുസരിച്ച് വർത്തമാനം പറയുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. എന്തായാലും അവൾക്ക് കലക്ടറാണെന്ന് പറയുന്നത് പഠിച്ചിട്ട്. മാഷാ അല്ലാ ആവട്ടെ അല്ലേ. അവളുടെ ആഗ്രഹം പോലെയൊക്കെ റാഹത്തിലാവട്ടെ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.